ഹായ് ഹലോ നമസ്കാരം. സാരി ഡ്രോപ്പിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് കാണിക്കുന്നത്. നമ്മുടെ സാരിയുടെ മുൻതാണി അടിയിലാകത്ത നല്ല ഭാഗം അടിയിലാകത്ത രീതിയിൽ ഇത് വിരിച്ചിടുക. എത്രത്തോളം നമ്മൾ മുൻതാണിയുടെ പ്ലീറ്റ്സ് എടുക്കുന്നോ അത്രത്തോളം അളവിൽ കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കിയിടുക. ആ ഭാഗം നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഇതാണ് കറക്റ്റായിട്ട് നമ്മുടെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുന്നത് കേട്ടോ, അളവ് വരുന്നത്. ഇനി എതിർഭാഗത്ത് നിന്നും ഇതേപോലെ ആ പ്ലീറ്റ്സ് മടക്കിയ ഭാഗത്തേക്ക് ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മടക്കിയ ഭാഗം നമ്മൾ അവസാനം വരെ നിവർത്തരുത് കേട്ടോ. ഇനി എന്ത് ചെയ്യുക, ഇതേപോലെ മടക്കിയിട്ട് നന്നായിട്ട് അയൺ ചെയ്യുക. നമ്മൾ മടക്കിയിടുന്ന ഭാഗത്ത് നന്നായിട്ട് ആ മടക്ക് വീഴാനായിട്ട് ആ മടക്ക് ഭാഗം നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഒന്നുകൂടി ഒന്ന് നിവർത്തുക. അപ്പോൾ കണ്ടോ, നീളത്തിൽ ഒരു വര വീണതായിട്ട് നമുക്ക് ഒരു മടക്ക് വീണതായിട്ട് കാണാനായിട്ട് സാധിക്കും. ആ മടക്ക് കറക്റ്റായിട്ട് വരുന്ന വിധത്തിൽ നമുക്ക് എന്ത് ചെയ്യുക, ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് വീണ്ടും അയൺ ചെയ്യുക. നന്നായിട്ട് അയൺ ചെയ്തതിന് ശേഷം ആ ഭാഗം തന്നെ വീണ്ടും ഒന്നുകൂടി മടക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ മടക്ക് ഭാഗം നന്നായിട്ട് അയൺ ചെയ്യുക, എന്നാലാണ് ആ കറക്റ്റ് മടക്ക് നമുക്ക് കിട്ടുള്ളൂ. വീണ്ടും നമ്മൾ എതിർഭാഗം ഇതേപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് അയൺ ചെയ്യുക. നേരത്തെ കാണിച്ചതുപോലെ ഒന്നുകൂടി മടക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഫസ്റ്റ് മടക്കിയ ആ ഭാഗം നിവർത്തരുത്. വീണ്ടും നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. ഇനി ഫസ്റ്റ് നമ്മൾ മടക്കിയ ആ മടക്കൊഴികെ ബാക്കി എല്ലാ മടക്കുകളും നിവർത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ആ മടക്കിയ ഭാഗം ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ എടുക്കാൻ കിട്ടും. അത് നമ്മളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഇങ്ങനെ എടുത്താൽ മാത്രം മതി. ആ മടക്ക് ജസ്റ്റ് ഇങ്ങനെ കറക്റ്റായിട്ട് എടുക്കുമ്പോഴത്തേനും നമുക്കിങ്ങനെ എടുക്കാനായിട്ട് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ എല്ലാ ഭാഗവും കറക്റ്റാകുന്ന വിധത്തിൽ വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? ആ മടക്ക് കറക്റ്റായിട്ട് നമുക്കിങ്ങനെ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇതാണ് നമ്മുടെ പ്ലീറ്റ്സ് എടുക്കുന്ന രീതി എന്ന് പറയുന്നത്. നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ വരുന്ന ഭാഗമുണ്ടല്ലോ, അത് ഒന്നുകൂടി താഴത്തേക്ക് ഇട്ടിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് വിരിച്ചെടുക്കുക. ഷോൾഡറിൻ്റെ അവിടെയുള്ള ആ ഭാഗം ഇത് നമ്മുടെ ആ ഒരു ബ്രസ്റ്റിൻ്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ കറക്റ്റ് വിരിച്ചിട്ട് കൊടുക്കാം. അത് കറക്റ്റായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലൗസ് കറക്റ്റാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ നമ്മുടെ ഈ ഒരു സാരി വെച്ചിട്ട് ഒന്ന് വിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എത്രത്തോളം വിരിവ് വരണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അത് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സാരി ബ്ലൗസ് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സാരി എന്ത് ചെയ്യുക, എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ബൈ.